നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപത്തെ ജീർണിച്ച പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം പൊളിച്ചു തുടങ്ങി. 40ഓളം വർഷത്തെ പഴക്കമുള്ളതാണ് കെട്ടിടം. പേരാമ്പ്ര ടൗണിലെ അപകടകരമായ നിലയിൽ പ്രവർത്തിച്ച പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു തുടങ്ങി. ട്രാഫിക് പോലീസ് സ്റ്റേഷന് സമീപത്ത് കഴിഞ്ഞ 4 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് 4 നില കെട്ടിടം. മഴക്കാലം ആരംഭിച്ചതോടെ അതുവഴി നടക്കുന്ന കാൽനടയാത്രക്കാർ പോലും ഭയത്തോടെയാണ് കടന്നു പോകുന്നത്. പഴകി ദ്രവിച്ച സിമന്റ് പാളികൾ പൊളിഞ്ഞു വീഴുന്നത് പതിവായി. പലരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടാറ്. ഏത് സമയത്തും നിലം പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു കെട്ടിടം. കോഴിക്കോട്ടെ ഹംസക്കോയ ആൻഡ് കമ്പനിയാണ് പൊളിച്ചുമാറ്റാൻ കരാറെടുത്തത്. ജൂലൈ 22-നകം പൊളിച്ചുമാറ്റണം. താഴത്തെ നിലയിൽ മാത്രമായിരുന്നു കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നത്. നോട്ടീസ് നൽകിയതോടെ കച്ചവടക്കാരും മാറിക്കൊടുത്തു. ഇതോടെ പൊളിച്ചുമാറ്റി തുടങ്ങി. പൊളിച്ചുമാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു കെട്ടിടത്തിന് സൗകര്യമുണ്ടാവില്ല. 2 വീലർ പാർക്കിങ്ങോ ബസ് സ്റ്റോപ്പിനോ മാത്രമേ സൗകര്യമുണ്ടാവൂവെന്ന് കച്ചവടക്കാർ പറഞ്ഞു. പിന്നെ ഈ പഞ്ചായത്തിന്റെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ചാല് ഞാനിവിടെ കച്ചവടം തുടങ്ങുന്ന ടൈം അതിന് മുമ്പേ അതിന്റെ കുറച്ച് മുമ്പുള്ളതാണെന്നുണ്ട്. അധികം പഴക്കമൊന്നും ഇല്ലാത്ത 10-40 വർഷം പഴക്കമുണ്ട്. അതിലെത്ര മുമ്പ് പഴക്കമുള്ള ബിൽഡിങ്ങുകൾ വരാൻ പറ്റുന്നുണ്ട്. എങ്കിലും ഇതിന്റെ ശോചനാവസ്ഥ കൊണ്ട് വളരെ എന്താ പറയാ, ബിൽഡിങ്ങിന്റെ കപ്പാസിറ്റി വളരെ മോശമായത്. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷമായിട്ട് വളരെ ആടുപിടിയെല്ലാം പിടിഞ്ഞു പൊളിഞ്ഞു കൊണ്ടുണ്ട്. എങ്കിലും ഇത് പൊളിക്കാന്ന് പറഞ്ഞാല് നമ്മൾ പേരാമ്പ്ര ടൗണിലുള്ള ഒരുപാട് കാലം കച്ചവടം ചെയ്ത സായിലക്ഷ്മി ബേക്കറി, അതുപോലെ പഞ്ചാബ് ചില്ലറി, ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ, ശിവദാസ്, മറ്റേ പ്രത്യേകമായിട്ട് മേക്കറെ ഷോപ്പുകൾ, ഇങ്ങനത്തെ ഷോപ്പുകൾ ഒരുപാട് വർഷമായിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നത്. പേരാമ്പ്രത്തുള്ള ഒരു ഐഡന്റിറ്റി ആണല്ലോ. അപ്പോൾ അവരെല്ലാം വെച്ചാൽ വേറെ കച്ചവടം തന്നെ അവർക്ക് ഇല്ലാതായി. കാരണം ആ കച്ചവടം ഇല്ല, വേറെ കച്ചവട ഷോപ്പൊന്നും അവർക്ക് കിട്ടിക്കില്ല. പഞ്ചായത്തിന് അവിടെ ഉണ്ടാക്കാൻ സൗകര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു കച്ചവട സ്ഥാപനം തരണം. എങ്കിലും അവിടെ ഒരു ഇതുള്ളൂ. ബിൽഡിംഗ് എന്തായാലും പൊളിക്കാൻ നിർബന്ധം കേസാണ്. വെച്ചാല് ജനങ്ങൾക്കും മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് പഞ്ചായത്ത് ഉണ്ടാകുക. നമ്മളെ കഴിഞ്ഞ ദിവസം വലിയങ്ങാടി, കോഴിക്കോട് വലിയങ്ങാടിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കണ്ടാണ് കുറച്ച് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടാണ്. അതുപോലെ തന്നെ ഒരു സംഭവം ഇല്ലാതിരിക്കുന്ന നല്ലത് പൊളിച്ചു മാറുന്നതാണ്. പക്ഷെ അവിടെ ഒരു പഞ്ചായത്തിന്റെ ഉപയോഗപ്പെടുന്ന പറ്റുന്ന രൂപത്തിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായിക്കൊണ്ട് ഇവരെ പുനഃസ്ഥാപിക്കാനുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം അല്ലാതെ അവിടെ ഇപ്പോൾ ഒരു കലിയാൻ നിൽക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് പഞ്ചായത്തിന് അവിടെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ വ്യക്തിയായ അഭിപ്രായം. അടുത്തുള്ള കച്ചവടക്കാരും കച്ചവട സമൂഹം എന്നുള്ള പെട്ട ആള് നിലക്ക് എങ്കിലും പൊളിച്ചു കഴിഞ്ഞാൽ സമീപനമായി പൊളിച്ചാൽ നല്ല തന്നെയാണ്. അപ്പം പൊതുവെ ഒരു ബ്ലാങ്കായിട്ട് കാണും അവിടെ. പഞ്ചായത്തിന്റെ അതിനെപ്പറ്റി ആലോചിച്ചത് പേരാമ്പ്ര പഞ്ചായത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഭയങ്കര ഡേഞ്ചറിലാണുള്ളത്. അതിനിപ്പോ പൊളിച്ചാൽ വേറെ ഉണ്ടാക്കാൻ പറ്റില്ലാണ് വിദഗ്ധ അഭിപ്രായം പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾക്കൊരു 2 വീലറും ഒരു ബസ്സൊക്കെ വെക്കാനുള്ള സ്റ്റോപ്പ്, ഒരു ആളൊരു സ്റ്റോപ്പ് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരമാണ്. ആ കൂട്ടത്തിൽ ഒരു ബാത്റൂമോ അങ്ങനത്തെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി വെക്കുക. എന്നാൽ അല്ലാണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതല്ലേ പറ്റുള്ളൂ. അത് വെച്ചാൽ വളരെ ഉപകാരമായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തു തന്നെയായാലും അപകടകരമായ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിൽ വ്യാപാരികളും യാത്രക്കാരുടെയും അപകട ഭീഷണി ഒഴിവായി. പേരാമ്പ്ര പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തായ ഒരു പഴകിയ കെട്ടിടം പൂർണ്ണമായും അത് കാരണം അപകടം വരും എന്ന് കാര്യം മനസ്സിലായപ്പോൾ അത് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ അതിന് അവിടെ കച്ചവടം നടത്തിയ കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞു തന്നിരിക്കുകയാണ്. അതിൻ്റെ അപകട ഭീഷണി അറിഞ്ഞതുകൊണ്ട് തുടർന്ന് ഇനിയിപ്പോൾ ഒരു കമ്പനിക്ക് അത് പൊളിക്കാൻ വേണ്ടി കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് പൊളിച്ചു മാറ്റും. പിന്നീട് അവിടെ ഒരു പുതിയ കെട്ടിടം തന്നെ ഉണ്ടാക്കി വരണം എന്നതാണ് നമ്മുടെ ഈ പുതിയ ഭരണസമിതിയുടെ ആഗ്രഹം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അത് പൊളിച്ചതിന് ശേഷം അടുത്ത ഭരണസമിതി കൂടിയിട്ടും മറ്റുമായി ആലോചിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.